പിന്നെ എവിടൊക്കെയാ പഠിച്ചത്? ഞാൻ സ്കൂളിംഗ് ചോയ്സ് സ്കൂളിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ ട്രിവാൻഡ്രം മാറിവാനിസിൽ. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നോ? അതെ അതെ. അതെന്തിന്? അതെന്തിനാന്ന് വെച്ചാ വെറുതെ വീട്ടിൽ നിന്ന് പഠിച്ച് മടുത്തപ്പോ ഒരു ചേഞ്ച് ആയിക്കോട്ടെ. പഠിച്ചത് ചോയ്സ് സ്കൂൾ എറണാകുളം, പിന്നെ അവിടെ നോടി ഇവിടെ മാറിവാനിസ് വന്നത് എന്തിനാണ്? വെറുതെ ഒരു ചേഞ്ച്, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ കന്യാകുമാരി പോരുന്നില്ല? അല്ല, ട്രിവാൻഡ്രം എനിക്ക് ഇഷ്ടമായിരുന്നു. പിന്നെ എൻ്റെ അമ്മയുടെ ചേച്ചി ഇവിടെയാണ് ഉള്ളത്. അപ്പം മൊത്തത്തില് എനിക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലമായതുകൊണ്ട് അങ്ങനെ ചൂസ് ചെയ്തത്. അങ്ങനെ മാറിവാനിസ് വന്നു. അതിനുശേഷം ഞാൻ ഫാഷൻ ഡിസൈനിങ് ചെയ്തു. ഇപ്പൊ ഫാഷൻ ഡിസൈനിങ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ഈ കോളേജിലൊക്കെ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉണ്ടല്ലോ. ഓ പിന്നെ. ആരായിരുന്നു ഏറ്റവും അടുത്ത സുഹൃത്ത്? എൻ്റെ മാറിവാനിസ് തന്നെ കണ്ടുകൂട്ടിയ ഒരു ആൻ എന്ന് പേരുള്ള ഒരു ആൻ എന്ന പെൺകുട്ടി. അതോ ആൺകുട്ടിയോ? പെൺകുട്ടിയാ. അപ്പൊ അവിടെ അത് മിക്സഡ് ഇതല്ലേ? അതെ, മിക്സഡ് കോളേജ്. അപ്പൊ ആൺകുട്ടികളാരും സുഹൃത്തുക്കളായിട്ടില്ലേ? പിന്നെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. എന്റെ ക്ലോസ് ഫ്രണ്ട് ആണ് ആൻ. അത് കഴിഞ്ഞിട്ടുള്ള ഫ്രണ്ട് ദിൽഷ. അത് കഴിഞ്ഞിട്ടുള്ള ഫ്രണ്ട് പിന്നെ മൊത്തം ആണുങ്ങളാണ്, ആൺകുട്ടികളാണ്. അപ്പൊ ജീവിതത്തിൽ 2 ഫ്രണ്ട്സേ ഉള്ളൂ, പെൺകുട്ടികൾ ഫ്രണ്ട്സേ ഉള്ളൂ. അതാണ് ഈ മുടിവെട്ടിന്റെ കുഴപ്പം. അല്ല, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എന്തുകൊണ്ട് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഒരുപാട് കൂട്ടുകാർ, ആൺപിള്ളേർ കൂട്ടുകാരുള്ളതുകൊണ്ട് അപ്പൊ അവരുടെ കൂട്ടത്തിൽ പോകുമ്പോഴത്തേക്ക് അവരുടെ കൂടെ കൂടുക അല്ലേ, ഒരു രസം. ഓക്കെ, എന്തെങ്കിലും ഇരട്ടപ്പേരുണ്ടോ? അങ്ങനെ ഇന്നത് ഇരട്ടപ്പേരായിട്ടൊന്നുമില്ല. എന്റെ ചെറുപ്പത്തിൽ ഈ അനാർക്കലി, ഈർക്കലി എന്നൊക്കെ വിളിക്കുമായിരുന്നു. അല്ലാതെ വലിയ ഇരട്ടപ്പേരായിട്ടൊന്നുമില്ല. ഞാൻ എവിടെയോ കേട്ട പോലെ തോന്നി എനിക്കൊരു ഇരട്ടപ്പേര്. അതൊരു ഇരട്ടപ്പേരൊന്നുമല്ല, വെറുതെ നമ്മള് ഫ്രണ്ട്സ് ആയിട്ട് അങ്ങനെ ഇങ്ങനെ വിളിക്കുമ്പോ. ഫ്രണ്ട്സ് എന്ത് വിളിക്കും? വെറുതെ. അല്ല, ഞാൻ ചോദിച്ചെന്നുള്ളേ ഉള്ളൂ. കാരണം അനാർക്കലി, ഈർക്കലി എന്ന് വിളിക്കും. സ്നേഹത്തോടെ നമ്മള് വെറുതെ. സ്നേഹത്തോടെ ഏത് ഫ്രണ്ടാണ് വിളിക്കുന്നത്? എന്റെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, നമ്മളിങ്ങനെ വെറുതെ എന്തെങ്കിലുമൊക്കെ വിളിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വിളിക്കുന്ന, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അല്ല, എന്റെ ഇരട്ടപ്പേര് എനിക്കറിയാം. അതെന്നാ പറഞ്ഞേ? എന്റെ ഇരട്ടപ്പേര് പലതുണ്ട്. ശുക്രക്കണ്ണൻ എന്ന് വിളിക്കുന്നു. എനിക്കറിഞ്ഞൂടാ. ഞാൻ മദ്രാസിലുണ്ടായിരുന്നപ്പോഴ് പിന്നെ അവിടെ തമിഴാണല്ലോ. അപ്പം ഞാൻ ചിലപ്പോൾ റെക്കോർഡിങ്ങിന് വന്നിട്ട് തിരിച്ചു പോകുമ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാൻ താമസമുണ്ടെന്ന്. അപ്പോൾ സുരേഷ് മേനകയൊക്കെ അറിയാമല്ലോ. അപ്പോൾ സുരേഷ് ചോദിക്കും, ശ്രീകുട്ടൻ വന്നില്ലേ എന്ന് ചോദിച്ചു. യാര് സാർ? അപ്പോൾ അല്ല, ശ്രീകുട്ടൻ എന്താ പാട്ട് പാടുന്നു എന്നൊക്കെ ചോദിക്കും. എന്താ കണ്ണ് ഷുർ ഷുർന്ന് അങ്ങേ ഇങ്ങേ ഇരിക്കുന്നതാന്ന്. അപ്പൊ അങ്ങനെ അവിടെ എല്ലാം കൂടെ എനിക്ക് ശുക്രകണ്ണാന്ന് പേരിട്ടു. അങ്ങനെ വല്ല പേരും ഉണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ പേരൊന്നുമില്ല. പിന്നെ എനിക്ക് ചോദിച്ച മനസ്സിലായി, എന്റെ ഇന്റർവ്യൂ കണ്ടിട്ടായിരിക്കും ഇങ്ങനെ നമ്മള് വെറുതെ ഫ്രണ്ട്സിൽ ഇങ്ങനെ കുണ്ടിന്നൊക്കെ വിളിക്കും. എന്താണ് കുണ്ടിന്നൊക്കെ ഇങ്ങനെ വെറുതെ? കുണ്ടിയോ? നല്ല പേര്. അല്ല, അതങ്ങനെ ലിറ്ററലി മീൻ ചെയ്തിട്ട് വിളിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഈ പേര് വന്നേ? നമ്മൾ ആക്ച്വലി ഇങ്ങനെ ഒരു സ്നേഹത്തോടെ. ഞാൻ ഒരു സിനിമയിൽ കിണ്ടിന്ന് കേട്ടുണ്ട്. അല്ല, അതിങ്ങനെ സ്നേഹത്തോടെ വിളിക്കുന്ന. സ്നേഹത്തോടെ വിളിക്കുന്നതാണോ കുണ്ടിന്ന്? ഇങ്ങനെ വളരെ ചുറ്റുന്നൊക്കെ വിളിക്കത്തില്ല, അതുപോലെ വളരെ സ്നേഹത്തോടെ. കുഴപ്പമില്ല, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതും ആകാം, അതിന്റെ അപ്പുറമാകാം അല്ലേ? അത് വിളിക്കുമ്പോ ഇഷ്ടമാണോ അത്? അല്ല, ഇനിയിപ്പോ ഈ ഷോ കണ്ടിട്ട് എറണാകുളത്തൊക്കെ ഷോപ്പിങ്ങിനൊക്കെ എവിടെങ്കിലും ഒക്കെ പോകുമ്പോഴത്തേക്ക് നമ്മുടെ കുണ്ടി പോണു അങ്ങനെ വിളിക്കുന്നോണ്ട് എന്നെ അറിയാത്തില്ലാത്തവര് വിളിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. ആണോ? എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് ഇഷ്ടപ്പെടത്തില്ല, അത്രേ ഉള്ളൂ. ഇഷ്ടപ്പെടത്തില്ല കാരണം അവരെ ഉപദ്രവിക്കുവോ, അങ്ങനെ വല്ലതും ചെയ്യോ, കേസ് കൊടുക്കുവോ? അയ്യോ, ഇല്ല. എന്തിനാ അങ്ങനെ? ബേസിക് ആയിട്ട് നേച്ചർ നമുക്കൊരു എന്താണ്, പാവൻ നേച്ചറാണോ അതോ വളരെ ബോൾഡ് നേച്ചറാണോ? പാവമാണ്. ഞാൻ തന്നെ പറഞ്ഞെങ്കിൽ ശരിയാവും, എനിക്കറിയത്തില്ല. പക്ഷെ എന്നാലും ഞാൻ പാവമാണെന്ന് എനിക്ക് തോന്നുന്നത് ആണ്. അല്ല, എനിക്കിപ്പോ ഇത്രയും നേരം സംസാരിച്ചെന്ന് പാവമാണെന്ന് തോന്നുന്നു. കുറച്ച് കാര്യങ്ങൾ അറിയാൻ അമ്മയും കൂടെ വിളിക്കേണ്ടി വരും, കാരണം എത്ര ചോദിച്ചിട്ടും അങ്ങോട്ട് തുറക്കുന്നില്ല. ഈ മരക്കാർ എന്ന് പറഞ്ഞല്ലോ, ഇപ്പൊ ഈ മരക്കാർ മോട്ടോഴ്സിന്റെ വല്ലതും? ചെറിയൊരു നമ്മുടെ ഒരു അകന്ന ബന്ധുവാണ്. അപ്പം കാറൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും? അല്ല, കാറൊന്നും ഫ്രീ ആയിട്ട് കിട്ടത്തില്ല. ഇല്ല, ചിലപ്പോ കാറ് കുറച്ചുകൂടെ നേരത്തെ കിട്ടുമായിരിക്കും. ചിലപ്പോ കിട്ടും അല്ലേ, പറയാൻ പറ്റില്ല. ഈ മുഖത്ത് കണ്ടിട്ടൊരു കാളി ലുക്ക് ഉണ്ടല്ലോ. അയ്യോ, അതാരാ കണ്ടുപിടിച്ചേ?
അത് ഒരു ഫോട്ടോഗ്രാഫറാണ് കണ്ടുപിടിച്ചത്. അത് കുറച്ച് പ്രശ്നമായി. അപ്പോ കാളി എന്നൊരു ആൽബം അല്ലേ? ഒരു ഫോട്ടോഷൂട്ടായിരുന്നു. അതൊരു ഒരു ഫോട്ടോഷൂട്ടിന്റെ ഒരു BTS വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് യൂട്യൂബിൽ കുറച്ച് ഇങ്ങനെ ഒരു വിവാദമായിരുന്നു. എന്താ വിവാദമായത്? ലൈക്ക് ഞാൻ വെളുത്തിട്ടാണല്ലോ, അപ്പൊ കാളിയാക്കാൻ വേണ്ടി കറുപ്പിച്ചു. അപ്പം ഇങ്ങനെ ബ്ലാക്ക് ഫിഷിങ്ങിന്റെ പ്രശ്നം പറഞ്ഞിട്ട്. അതെന്താണ് ബ്ലാക്ക് ഫിഷിംഗ്? അത് ഈ കറുത്തവരോട് നമ്മൾ കാണിക്കുന്ന ഒരു അവഗണന ഉണ്ടല്ലോ, അങ്ങനെ ആക്കിയോ? അതെ. അപ്പം നമ്മൾ ഈ വെളുത്തിരിക്കുന്ന ആളിപ്പം നമ്മൾ ഏത് സിനിമകൾ എടുത്തു നോക്കിയാലും കറുത്തിരിക്കുന്നവരെ എടുക്കാതെ വെളുത്തിരിക്കുന്നവരെ മേക്കപ്പ് ചെയ്ത് കറുപ്പിച്ചിട്ടാണ് നമ്മളിപ്പം ലോ കാസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ ചിത്രീകരിക്കുന്നത്. ആക്ച്വലി ലോ കാസ്റ്റിലാണ്. അങ്ങനെ ഒരു വെർഷനിലോട്ട് പോയി അല്ലേ? അതുകൊണ്ടാണ്. ശരി, നമ്മളെല്ലാരും മനുഷ്യന്മാരാണ്, കറുപ്പായാലും വെളുപ്പായാലും. നമ്മളെ കുത്തിയാ വരുന്ന രക്തത്തിന്റെ കളർ എന്താണ്? അതുകൊണ്ട് അങ്ങനത്തെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. കാരണം നമുക്കെല്ലാം എല്ലാവരും മനുഷ്യരാണ്. പക്ഷെ വിവാദങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ് അല്ലേ? ഇല്ല, അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിവാദമായിരുന്നു. ഞാനതിനെ കുറച്ച് കാണുന്നില്ല. കാര്യം ഇപ്പോഴത്തെ ഒരു സമൂഹത്തിൽ ലോ കാസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കറുത്തിരിക്കുന്ന ആൾക്കാർ നേരിടുന്ന ഒരു പ്രശ്നമാണ്. ഇവർക്ക് ലൈം ലൈറ്റിലേക്ക് വരാൻ പറ്റുന്നില്ല എന്നുള്ളത്. അല്ല, അങ്ങനെ ഇഷ്ടം പോലെ പേര് വരുന്നുണ്ടല്ലോ. കുറവാണ്, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറവാണ്. ആണോ? നമ്മളിപ്പം ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു ഇൻഫർമേഷനാണ്. കാരണം വേറൊന്നുമല്ല, ഞാൻ ഒരുപാട് പടങ്ങൾ കാണുമ്പോഴത്തേക്ക് വളരെ വെളുത്തിരിക്കുന്ന ആർട്ടിസ്റ്റുകളെ ഒന്നുമില്ലാതെ നമ്മൾ ചിലപ്പോൾ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ കാണുമ്പോൾ അവർ കറുത്തായിരിക്കുന്നത്, മേക്കപ്പ് കൊണ്ട് വെളുക്കുന്നതാണ്. അല്ലാതെ അത്രയും പ്യുവറായിട്ട് വെളുത്തിരിക്കുന്ന ആർട്ടിസ്റ്റുകൾ വളരെ റെയറായിട്ടേ ഞാൻ കാണാറുള്ളൂ. ഇത് എന്നെ പ്രശ്നം വെച്ചാൽ നമ്മൾ ഈ കറുത്തിരിക്കുന്നവർ കൂടുതലും ലോ കാസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം അവർക്ക് കയറി വരാൻ പറ്റുന്നില്ലാത്ത. അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. കറുത്തിരിക്കുന്ന ഇപ്പൊ രജനീകാന്ത് ലോ കാസ്റ്റ് ആണ് അല്ല, പക്ഷെ അങ്ങനെയല്ല. നമുക്ക് കറുത്തിരിക്കുന്ന എത്രയോ പേര് കറുത്തിരിക്കുന്ന വളരെ പ്രഗത്ഭന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട്. അതുകൊണ്ട് കറുപ്പിനെ എങ്ങനെ നമുക്ക് ഇത് ലോ ആയിട്ട് കാണാൻ പറ്റുന്നത്? ഒരിക്കലും പറ്റില്ല. അയ്യോ, കറുപ്പിനെ ഞാൻ ലോ ആയിട്ട് കണ്ടതല്ല. അങ്ങനെ ഒരു നമ്മളത് വെൻ വി തിങ്ക് ഡീപ്പ് അബൌട്ട് ഇറ്റ്, അങ്ങനെ ഒരു പ്രശ്നം നിലവിൽ നിൽക്കുന്നുണ്ട്. അതിനെയാണ് അവർ അഡ്രസ് ചെയ്യാൻ ശ്രമിച്ചത്. എന്തായി അവസാനം ഞാനൊരു അപ്പോളജി ചെയ്യേണ്ടി വന്നു. ആൻഡ് ഞാൻ വളരെ സിൻസിയർ ആയിട്ടുള്ള ഒരു അപ്പോളജി ആയിരുന്നു. അതോടെ പ്രശ്നം ചെറുതായിട്ട് തീർന്നു. പോട്ടെ, അങ്ങനൊന്നും പ്രശ്നം ഉണ്ടാക്കണ്ട. ഞാൻ പറയുന്നത് വേറൊന്നുമല്ല, എല്ലാവരും മനുഷ്യരാണ്. കറുപ്പെന്നോ വെളുപ്പെന്നോ അങ്ങനത്തെ ഒരു ഇതില്ല, എൻ്റെ മനസ്സിലില്ല. കാരണം ഏറ്റവും വേണ്ടത് എന്താണെന്നറിയോ? നമ്മുടെ മനസ്സ് ശുദ്ധമായിട്ട് വെളുത്തിരിക്കണം. മനസ്സ് കറുത്തു പോകരുത്, നമ്മുടെ ചിന്തകൾ കറുത്തു പോകരുത്. കറുപ്പിനല്ലേ 7 അഴക്.